കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയാ പിഴവിൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തള്ളാൻ പോലീസിന്റെ തീരുമാനം. കണ്ടെത്തലോ പൂർണ്ണതയോ ഇല്ലാത്ത റിപ്പോർട്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. യുവതിക്ക് അടിയന്തര തുടർ ചികിത്സ നൽകുന്നതിൽ പിഴവ് പറ്റിയെന്ന് മാത്രമായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. ക്ലിനിക്കിനോ ഡോക്ടർക്കോ സംഭവിച്ച മറ്റ് വീഴ്ചകളെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഷെഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ വായിച്ചിരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ വിരലുകൾ മുറിക്കാൻ കാരണമായതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ രക്ഷപ്പെടുത്താനുള്ള റിപ്പോർട്ടാണോ ഈ വന്നിരിക്കുന്നത്? അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നതായി സംശയമുയർത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ വിവാദമുണ്ടായി. ലക്ഷങ്ങൾ മുടക്കിയ ശസ്ത്രക്രിയ നടത്തി യുവതിക്ക് ഇരട്ട കുട്ടികളുടെ അമ്മയായ നീതുവിന് നഷ്ടമായത് 9 കൈവിരലുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ സംഭവം, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ആ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് നൽകിയ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ കേട്ടതാണ്. അതായത് ക്ലിനിക്കിനോ ഡോക്ടർക്കോ വീഴ്ചയെന്ന് സമ്മതിക്കാതെയായിരുന്നു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. യുവതിക്ക് സംഭവിച്ച ദുരന്തത്തിന് കാരണമെന്താണെന്ന് പോലും റിപ്പോർട്ടിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം അസഹനീയമായ ക്ഷീണത്തെ തുടർന്ന് അടിയന്തരമായി ചികിത്സ തേടിയപ്പോൾ അടിയന്തരമായി തുടർ ചികിത്സ നൽകാതിരുന്നതിൽ മാത്രമാണ് കഴക്കൂട്ടം കുളത്തൂരിലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കിനെ മെഡിക്കൽ ബോർഡ് അല്പമെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പോലീസ് നടത്തിയിരുന്നു. മാത്രമല്ല മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ചു. കൃത്യമായി നിഗമനത്തിലെത്താത്ത കാര്യമായ കണ്ടെത്തലുകളില്ലാത്ത റിപ്പോർട്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഈ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ചാൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടാണ് ഒരു അന്തിമ നിഗമനമായി പോലീസ് കാണുന്നത്. എന്നാൽ ഈ കേസിൽ, ഈ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിയമോപദേശം തേടും. അതിനുശേഷമായിരിക്കും പോലീസ് നീക്കം ഉണ്ടാവുക എന്നുള്ളതും കഴക്കൂട്ടം ACP JK ദിനിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ടടക്കം ഇന്ന് ചർച്ച നടത്തിയ ശേഷമായിരിക്കും മെഡിക്കൽ ബോർഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ DMOയുടെ അടക്കം റിപ്പോർട്ടുകൾ ഉണ്ട്. ഒരു പക്ഷേ ഇന്ന് ഒരു പുതിയ മെഡിക്കൽ ബോർഡിനെ രൂപീകരിക്കാൻ, പുതിയൊരു മെഡിക്കൽ കൗൺസിലിനെ രൂപീകരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കും. അതിനുശേഷം ഒരു വിശദമായ പരിശോധന അക്കാര്യത്തിൽ ഉണ്ടാകും. പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഈ നടപടിയിൽ ഒരു തിടുക്കം കാട്ടിയില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ആ വിഷയത്തിൽ പറയുന്നത് സാധ്യമായ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പരാതി ലഭിച്ച ഉടൻ തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഈ നീതുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ വാഹനം കസ്റ്റഡിയിലെടുത്തു. ക്ലിനിക്ക് പൂട്ടി. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ ക്ലിനിക്കിനെതിരെ കാര്യമായൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുമില്ല. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.